ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി മിനിറ്റ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്തി രാജിനെ പറ്റിയാണ്. ഈ പി എസ് സിയുടെ എപ്പോഴും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും പഠിക്കുന്നതാണ്. ഈ ഭാഗത്തു നിന്ന് ഒരു മാർക്ക് പോലും നമ്മൾക്കിനി മിസ്സാകുന്നതല്ല. ആദ്യത്തെ ചോദ്യം നോക്കിയേ. പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. പഞ്ചായത്തി രാജ് ആദ്യം നിലവിൽ വന്നത് രാജസ്ഥാനാണ്. രണ്ടാമത് വന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് രണ്ടാമത് നിലവിൽ വന്ന സംസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. 1959 ഒക്ടോബർ 2-നാണ് രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. കാരണം നമുക്കിപ്പോൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിത് തെറ്റാണോ ശരിയാണോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക. 1959 ഒക്ടോബർ 2-ന് ജവഹർലാൽ നെഹ്റു ഇത് ഉദ്ഘാടനം ചെയ്തു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അപ്പം ഈ കമ്മിറ്റിയുടെ പേര് പഠിക്കുക, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത. ഇനി ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനയിൽ സാധുത നൽകണം എന്ന് ശുപാർശ ചെയ്തുകൊണ്ടൊരു കമ്മിറ്റി വന്നു. പഞ്ചായത്തി രാജ് വരാൻ കാരണം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇനി ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനയിൽ എന്തെങ്കിലും സാധ്യതകൾ നൽകണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി. ഈ സിംഗ്വി കമ്മിറ്റി നിയമിച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. സിംഹം രാജാവാണെന്ന് ഓർത്താൽ മതി. സിംഗ്വി കമ്മിറ്റി രാജീവ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിക്കും. 1993 ഏപ്രിൽ 24-നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ന്. ഏപ്രിൽ 24-നാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ദേശീയ പഞ്ചായത്തി രാജ് ദിനം. നമ്മൾ ഇപ്പോൾ സിംഗ്വി കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. പഞ്ചായത്തി രാജ് ഭരണഘടനയിൽ സാധ്യത നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് സിംഗ്വി കമ്മിറ്റി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്. അതേ കണക്ക് ഈ നൽകണമെന്ന് പറഞ്ഞ ഭേദഗതി ഏതാണെന്ന് ചോദിക്കും. 73-ാം ഭേദഗതി. 73-ാം ഭേദഗതി 1992-ലെ 73-ാം ഭേദഗതി പ്രകാരം ഈ കമ്മിറ്റിയെ നിയോഗിച്ചു. അടുത്ത വർഷം 93 ഏപ്രിൽ 24-ന് പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി ചോദിക്കും. അത് നരസിംഹറാവു ആണ്. നരസിംഹറാവു. ഓക്കെ. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. പഞ്ചായത്തി രാജ് ജവഹർലാൽ നെഹ്റുവും ഗ്രാമസ്വരാജ് മഹാത്മാഗാന്ധിയുമാണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യം യൂസ് ചെയ്തത് MN റോയ് ആണ്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജനകീയ ആസൂത്രണം MN റോയ് ആണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റിബൺ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർക്കുക. പിന്നെ നമുക്കറിയാം പഞ്ചായത്തി രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ അശോക് മേത്ത കമ്മിറ്റിയെ പറ്റി പറയുന്നത്. കമ്മിറ്റി ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് അശോക മേത്ത കമ്മിറ്റിയാണ്. അത് കണക്ക് മണ്ഡൽ പഞ്ചായത്തിന് ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS ആണ്. അപ്പോൾ കമ്മിറ്റി ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് EMS എന്ന മലയാളി ഉണ്ടായിരുന്ന കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പഞ്ചായത്തി രാജ് വരാൻ കാരണമായത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്തി രാജിന് ഭരണഘടനയിൽ സാധ്യത നൽകണമെന്ന് പറഞ്ഞത് സിംഗ്വി കമ്മിറ്റിയാണ്. അത് കണക്ക് പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കാൻ, പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടി വന്നതാണ് റാവു കമ്മിറ്റി. പ്ലാനിംഗ് കമ്മീഷനാണ് ഈ കമ്മിറ്റിയെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റാവു കമ്മിറ്റി പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന കമ്മിറ്റിയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കാൻ ഒരാൾക്ക് വേണ്ടത് 21 വയസ്സാണ്. ഈ മത്സരിക്കാനുള്ള ആൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. അതേ കണക്ക് 50% വനിതാ സംവരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയും കൂടെ ഉണ്ട്, സെൻ കമ്മിറ്റി. കേരളത്തിൽ അധികാര വികേന്ദ്രത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. കേരളത്തിൽ എന്നൊരു വാക്കനകത്തുണ്ടെങ്കിൽ അത് സെൻ കമ്മിറ്റി ആയിരിക്കും. പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. പഞ്ചായത്തി രാജിനെ പറ്റി പറയുന്ന ഭാഗം 9, ഷെഡ്യൂൾ 11-ാം ഷെഡ്യൂൾ, ആർട്ടിക്കിൾ 243. ഈ പഞ്ചായത്തി രാജ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഭയങ്കര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്.
പഞ്ചായത്തി രാജിനെ പറ്റി പഠിക്കുമ്പോൾ ഈ ഗ്രാമസഭയും കൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗവും ആർട്ടിക്കിൾ 243 ഈ ഗ്രാമസഭ സമ്മേളിക്കുന്നത് ഏത് കോറത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/10 ആണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാർഡ് മെമ്പർ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായിട്ട് ആചരിക്കുന്നത് 1999 മുതൽ 2000 വരെയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ആലോചിക്കുക. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 243 ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറും അത് കണക്ക് അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആചരിച്ചത് 1999 മുതൽ 2000 വരെയാണ്.